ഹായ്, നമ്മൾ ചുരിദാറാണ്, നോർമൽ ചുരിദാറാണ് സ്റ്റിച്ച് ചെയ്യുന്നത്. ഓൾറെഡി ഇത്ര സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. ഇപ്പോഴാണ് വീഡിയോ എടുക്കാൻ ഓർമ്മയായത് കേട്ടോ. അപ്പോൾ നമ്മൾ ഇതിൽ ചെയ്യാനുള്ളത് ഇവിടെ കോളർ വെക്കണം, ഒരു റൗണ്ട് കോളർ വെക്കണം. പിന്നെ സൈഡ് ഫുള്ളി ഓപ്പൺ ആണ്. ഇത് നമ്മൾ മൊത്തത്തിൽ ജോയിൻറ്റ് ചെയ്ത് താഴെ ഭാഗത്ത് ഒരു സ്ലിറ്റ് കൂടെ കൊടുക്കണം. പിന്നെ മെറ്റീരിയലിൻ്റെ സൈഡിൽ തന്നെ ഉണ്ടായിരുന്ന ഒരു ബോർഡറാണ്, അത് നമ്മൾ നെക്കിൽ കൊടുത്തിട്ടുണ്ട്, സ്ലീവിൻ്റെ എൻഡിങ്ങിൽ കൊടുത്തിട്ടുണ്ട്, അതുപോലെ ഫ്രണ്ട് പോർഷനിൽ എൻഡിങ്ങിലും ബോട്ടം സൈഡിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിൻ്റെ പാൻറ് ഓൾറെഡി നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. നോർമൽ പലാസോ ആയിട്ടാണ് സ്റ്റിച്ച് ചെയ്തിട്ടുള്ളത്. ഇതിൻ്റെ അടിഭാഗം ഏകദേശം ഒരു 8 ഇഞ്ച് വിട്ട് അത്രേ വരുന്നുള്ളൂ കേട്ടോ. പിന്നെ ഇലാസ്റ്റിക്കാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ അതുപോലെ ഇതിൻ്റെ ഷാളിൻ്റെ 2 സൈഡും മടക്കി അടിക്കാനുണ്ടായിരുന്നു, അതും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കോളർ വെച്ചിട്ട് കാണാം. ഹായ്, നമ്മൾ ചുരിദാറാണ്, നോർമൽ ചുരിദാറാണ് സ്റ്റിച്ച് ചെയ്യുന്നത്. ഓൾറെഡി ഇത്ര സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. ഇപ്പോഴാണ് വീഡിയോ എടുക്കാൻ ഓർമ്മയായത് കേട്ടോ. ഇപ്പോൾ നമ്മൾ ഇതിൽ ചെയ്യാനുള്ളത് ഇവിടെ കോളർ വെക്കണം, ഒരു റൗണ്ട് കോളർ വെക്കണം. പിന്നെ സൈഡ് ഫുള്ളി ഓപ്പൺ ആണ്. ഇത് നമ്മൾ മൊത്തത്തിൽ ജോയിൻറ്റ് ചെയ്ത് താഴെ ഭാഗത്ത് ഒരു സ്ലിറ്റ് കൂടെ കൊടുക്കണം. പിന്നെ മെറ്റീരിയലിൻ്റെ സൈഡിൽ തന്നെ ഉണ്ടായിരുന്ന ഒരു ബോർഡറാണ്, അത് നമ്മൾ നെക്കിൽ കൊടുത്തിട്ടുണ്ട്, സ്ലീവിൻ്റെ എൻഡിങ്ങിൽ കൊടുത്തിട്ടുണ്ട്, അതുപോലെ ഫ്രണ്ട് പോർഷനിൽ എൻഡിങ്ങിലും ബോട്ടം സൈഡിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിൻ്റെ പാൻറ് ഓൾറെഡി നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. നോർമൽ പലാസോ ആയിട്ടാണ് സ്റ്റിച്ച് ചെയ്തിട്ടുള്ളത്. ഇതിൻ്റെ അടിഭാഗം ഏകദേശം ഒരു 8 ഇഞ്ച് വിട്ട് അത്രേ വരുന്നുള്ളൂ കേട്ടോ. പിന്നെ ഇലാസ്റ്റിക്കാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ അതുപോലെ ഇതിൻ്റെ ഷാളിൻ്റെ 2 സൈഡും മടക്കി അടിക്കാനുണ്ടായിരുന്നു, അതും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കോളർ വെച്ചിട്ട് കാണാം.